ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു ബോർഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാർ. ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ബ്ലോഗിന് നമുക്ക് 6 മാർക്കാണ് കേട്ടോ. വാട്ട് ഈസ് ബ്ലോഗ്? വെബ് ബ്ലോഗ് അല്ലേ? വെബിൽ നമ്മൾ ഇന്റർനെറ്റ് സ്പേസിൽ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ബ്ലോഗ് എന്ന് പറയാം. അതിൽ വീഡിയോ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ? വ്ളോഗ് എന്ന് പറയാം അല്ലേ? വെബ് ബ്ലോഗ്. സി our thoughts and ideas on the web. നമ്മളെ ചിന്തകളും ഐഡിയാസ് ഒക്കെ വെബിൽ ഇന്റർനെറ്റ് സ്പേസിൽ നമ്മൾ കൊടുക്കുന്നതിനാണ് ബ്ലോഗ് എന്ന് പറയാം. റിവ്യൂ ഓഫ് എ ബുക്ക്, ഒരു പക്ഷേ ബുക്കിന്റെ റിവ്യൂ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടേതാവാം, അല്ലെങ്കിൽ ഒരു പോയത്തിന്റെ ആവാം, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എക്സെട്ര വാട്ട് എവർ ഇറ്റ് ഈസ് ആവാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ എങ്ങനെ എഴുതണം എന്നുള്ള കേട്ടോ. നമുക്ക് ബ്ലോഗ് വന്നാൽ എങ്ങനെ എഴുതണം ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാട്ടോ. നിങ്ങൾക്ക് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2021 ചോദിച്ചുള്ള ചോദ്യം എന്താ പറയുക? അക്കോർഡിംഗ് ടു ദ റീസെന്റ് സ്റ്റഡീസ്, ഈ അടുത്തിടെയുള്ള സ്റ്റഡി അനുസരിച്ച് ഇൻ അവർ കൺട്രി, നമ്മുടെ നാട്ടിൽ എവറി 4 minutes കേട്ടോ, എല്ലാ 4 മിനിറ്റിലും 1 woman ഹാസ് ഫേസ് ഡൊമസ്റ്റിക് വയലൻസ്. ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? ഗാർഹിക പീഡനത്തിന് ഇരയാവുന്നുണ്ട് മക്കളെ, ഇരയാവുന്നുണ്ട്. സോ ഇൻ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മാച്ച് ബോക്സിലെ സുധാമൂർത്തിയുടെ വി ഗെറ്റ് എ ഗ്ലിംസ് ഓഫ് ദിസ് റിയാലിറ്റി. ശരിക്കും നമ്മൾ മാച്ച് ബോക്സിൽ നൊമിത എന്ന് പറയുന്ന ക്യാരക്ടർ സ്കെച്ചില്ലേ, ഇതുപോലൊരു ഡൊമസ്റ്റിക് വയലൻസ് അവിടെ അനുഭവിക്കുന്നുണ്ടല്ലേ. ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി മാച്ച് ബോക്സ് വായിച്ചതിന് ശേഷം യു ഡിസൈഡ് ടു റൈറ്റ് അബൌട്ട് ദ ഹാർഡ്ഷിപ്പ് ഓഫ് നൊമിത. നൊമിതയുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഇന്റർനെറ്റ് സ്പേസിൽ എഴുതാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണൽ ബ്ലോഗ് എഴുതാൻ വേണ്ടി പറഞ്ഞുകൊണ്ടൊരു ചോദ്യം യു ഹാവ് ടു എക്സ്പെക്ട് ഇൻ യുവർ +2 ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ പേപ്പർ. ഓക്കെ, സോ അതിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടെന്ന് അറിയോ? പ്രിപ്പയർ ദ ബ്ലോഗ് പോസ്റ്റ്. യു മേ യൂസ് ദ ഫോളോയിങ് ഹിൻസ്. സ്ട്രഗിൾസ്, അവർ നേരിടുന്ന പ്രശ്നങ്ങളിലെ ചലഞ്ചസ്, വെല്ലുവിളികൾ, ലാക്ക് ഓഫ് ഐഡന്റിറ്റി, അവർക്ക് ഐഡന്റിറ്റി ഇല്ലായ്മ, ഹ്യൂമിലിയേഷൻ, അവർ നേരിടുന്ന അല്ലെ, ഹ്യൂമിലിയേഷൻ അല്ലെ, എന്താ ഹ്യൂമിലിയേഷൻ എന്ന് കഴിച്ചാൽ അവഗണന കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ, നമ്മൾ ടൈറ്റിൽ കൊടുക്കണം. എന്താണ് പറ? ഡൊമസ്റ്റിക് വയലൻസ് എന്ന് നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റൂലേ? ഡൊമസ്റ്റിക് വയലൻസ് നമുക്ക് ഹെഡിങ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു ഹെഡിങ് എന്താണ് മക്കളെ? നിർബന്ധമാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളെ ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങളൊരു ഹെഡിങ് കൊടുത്തിരിക്കണം. ക്ലിയർ? ഇനി നോക്കിക്കോളൂ, ഇവിടെ ഡേറ്റ് കൊടുത്തിരിക്കണം. ഇവിടെ നെയിം ഓഫ് ദി റൈറ്റർ, എഴുതുന്ന ആളുടെ പേര് അല്ലെ, കിരൺ എന്ന് കൊടുത്താലും മതി. അയാളാണ് എഴുതുന്നത് കേട്ടോ, കിരൺ. ഇനി ശ്രദ്ധിച്ചോളൂ, ഐ റെഡ് ദ സ്റ്റോറി, ഞാൻ കഥ വായിച്ചു. ഏതാണ് പറ? മാച്ച് ബോക്സ് വായിച്ചു. ഏതാ വായിച്ചു പറ? മാച്ച് ബോക്സ്. എഴുതിയതാരാണ് പറ? ആശാ പൂർണ്ണ ദേബി എഴുതിയിട്ടുള്ള മാച്ച് ബോക്സ് വായിച്ചു. ക്ലിയർ അല്ലേ? ഇൻ അവർ ബിസി ലൈഫ്, നമ്മൾ ഈ തിരക്കേറിയ ജീവിതത്തിൽ we really need quiet moment and chance to connect with അല്ലേ? ഈ ഒരു തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം? സമയം കണ്ടെത്തണം. നമ്മൾ എന്തിന്? ടു കണക്ട് വിത്ത് എന്തായിട്ടാണ് പറ? പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി അല്ലേ? സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് വേണം? പ്രോബ്ലംസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടായേ പറ്റൂട്ടോ. ഇൻ ദിസ് സ്റ്റോറി, ഏതാണ് പറ? സ്റ്റോറിന്റെ പേര് പറ? മാച്ച് ബോക്സ്. മാച്ച് ബോക്സ്. ദ ഓഥർ നറേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എന്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് പറ? റോൾ ഓഫ് വുമൻ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ പവർ ഓഫ് വുമൺ അല്ലേ? സ്ത്രീയുടെ പവറിനെ കുറിച്ചാണ് പറയുന്നത്. പവർ ഓഫ് വുമൺ ആണ് അല്ലേ? സ്ത്രീകൾക്ക് എന്തുണ്ട് പറ? കഴിവുണ്ട്. ബട്ട് ദേ കീപ് ദെയർ അല്ലേ? അതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇന്ന് നോക്കിക്കോളൂ. സോ വി കാൻ ഷട്ട് അവർ ഐസ് അഗൈൻസ്റ്റ് ദ ഗുഡ് നാച്ചർ ഓഫ് ദിസ് അല്ലേ സ്റ്റോറി. ഈ സ്റ്റോറിയുടെ നന്മക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കണ്ണടക്കാൻ പറ്റൂല. സ്ത്രീകൾക്ക് ആ പവർ ഉണ്ട് തന്നെയാണല്ലോ പറയുന്നത് അല്ലേ? പക്ഷെ ഒരു പൊട്ടിങ്ങിനില്ലാന്നേ ഉള്ളൂ. ഇനി നോക്കിക്കോളൂ, ഹി അല്ലെങ്കിൽ ഇത് പെണ്ണായത് കൊണ്ട് നമ്മൾ എങ്ങനെ പറയണം പറ? ഷീ ഡെപിക്ട്സ് ഹെർ വ്യൂസ്, അവളുടെ കാഴ്ചപ്പാടുകൾ ആൻഡ് യുണീക്ക്നെസ് ഇൻ ദിസ് വർക്ക്, ഈ വർക്കിൽ കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു വ്യത്യസ്തത കാണിക്കുന്നുണ്ട് കേട്ടോ. ദ റൈറ്റിംഗ് സ്റ്റൈൽ ഇസ് ട്രമൻഡസ്, എഴുതിക്കുന്ന രീതി ഉണ്ടാവില്ലേ, അത് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. ആൻഡ് വി ക്യാൻ സേ ഇറ്റ്സ് ബിയോണ്ട് എക്സ്പ്ലനേഷൻ, നമുക്ക് പറയാൻ പറ്റും വിവരണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. Here we can see, ഇവിടെ നിന്ന് കാണാൻ കഴിയും. എന്തൊക്കെ കാണാൻ കഴിയും? സി, നമ്മൾ നൊമിതന്റെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവില്ലേ? നൊമിതന്റെ സ്ട്രഗിളിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും ഇവിടെ അല്ലേ? സി, ഇത് ആരുടേതാണെങ്കിൽ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ആ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. നൊമിതന്റെ അവൾ നേരിടുന്ന സ്ട്രഗിൾസും മാത്രമല്ല, നമ്മൾ കുറച്ച് പോയിന്റ്സിൽ ഉണ്ടാവില്ലേ ഈ അല്ലേ, അവളുടെ സ്ട്രഗിൾസ്, ചലഞ്ചസ്, ലാക്ക് ഓഫ് ഐഡന്റിറ്റി, ഹ്യൂമിലിയേഷൻ, ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എഴുതിക്കാൻ പറ്റൂട്ടോ. ഇനി നോക്കിക്കോളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഹിയർ വി ക്യാൻ സീ എന്ന് പറഞ്ഞാണ്ട് ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ മക്കളെ? അക്കോർഡിംഗ് ടു റീസെന്റ് സ്റ്റഡീസ് ഇൻ അവർ കൺട്രി എവറി ഫോറം, ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ മിഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാ വിഷയാസ്പദമായി തള്ളിമറിക്കുക, ഓവർ ആക്കരുത് കേട്ടോ. ക്വസ്റ്റ്യൻ കുറച്ചെടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് എന്ത് ചെയ്യണം? നമ്മളൊന്ന് സമർത്ഥനം നടത്തണം.
അല്ലെ സൂപ്പറാണ് അല്ലെ, ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് നേരിടുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നെന്ന് പറഞ്ഞാണ് നമ്മളൊരു ഡീറ്റെയിൽ അവിടെ കൊടുത്തതിന് ശേഷം മച്ച് ഇംപ്രസ്ഡ് മീ ദ സ്റ്റോറി അല്ലേ, ഈ സ്റ്റോറി എന്നെ വല്ലാണ്ട് ഇംപ്രസ് ചെയ്തു. ത്രൂ ദിസ് ബ്ലോഗ്, ഈ ഒരു ബ്ലോഗിലൂടെ ഐ ഇൻവൈറ്റ് യു, ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇത് എല്ലാ ബ്ലോഗിലും കൊടുക്കാൻ പറ്റൂട്ടോ. ടു ജോയിൻ മീ, എൻ്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യണം. എന്തിനറിയോ? ഓൺ എ ജേർണി ഓഫ് റീഡിസ്കവറി ഓഫ് പീസ്ഫുൾ വേൾഡ്, ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ലോകത്തിന്റെ റീഡിസ്കവറിക്ക് എൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ആഹ്വാനം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്ലോഗ് നിർത്തുന്നത്. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇങ്ങനെ എഴുതി വെച്ചാൽ ആ കൺക്ലൂഷനൊക്കെ അതുപോലെ എഴുതി വെച്ചാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും, 6 മാർക്ക് കിട്ടിയിരിക്കും. താങ്ക് യു വെരി മച്ച്. ദിസ് ഇസ് ഷാഫി സർ സൈനിങ് ഓഫ്. ബൈ.